സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടു. വിചാരിച്ചതുപോലെ തന്നെ ഒരു പക്ക സ്പൈഡർമാൻ മെറ്റീരിയൽ. അതായത് നമ്മൾ ഇതുവരെ കണ്ട നോവേ ഹോമിലായാലും അല്ലെങ്കിൽ ഹോം കമ്മിങ്, ഫാർ ഫ്രം ഹോമിലൊക്കെ കണ്ട അതേ ടോം ഹോളണ്ടിൻ്റെ പാറ്റേൺ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. നമ്മൾ ചില കാർട്ടൂൺ ഒക്കെ കാണുന്ന രീതിയിൽ, സ്പൈഡർമാൻ്റെ കാർട്ടൂണൊക്കെ കാണുന്ന രീതിയിലുള്ള ആക്ഷൻ സീക്വൻസ് ആയാലും അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചുവർഡ് ആയിട്ടുള്ള, നേരത്തെ നമ്മൾ കണ്ടത് കുറച്ച് പാനിക്കായിട്ട് അല്ലെങ്കിൽ ടീനേജ് ആ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ടോം ഹോളണ്ടിൻ്റെ. പക്ഷേ ഇതിൽ വരുന്ന സമയത്ത് പക്ക മെച്ചുവർഡ് ആയിട്ടുള്ളൊരു സ്പൈഡർമാനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ അപ്ഡേറ്റ് ആണ്, സ്പൈഡർമാൻ്റെ ഒരു ക്യാരക്ടർ അപ്ഡേറ്റ് ആണ് ഇതിൽ ഉള്ളത്. പിന്നീട് ഇതിൽ വരുന്നത് സെൻഡയ, പിന്നീട് നെഡ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ. ഇവരുടെ മൂന്നുപേരും തമ്മിൽ വരുന്ന സമയത്തുള്ള അവരുടെ ഒരു ഇമോഷണൽ കണക്ഷനും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അത് നല്ലതാണ്. മെയിനായിട്ട് വരുന്ന രണ്ട് ക്യാരക്ടർ പണിഷറും പിന്നെ നമ്മുടെ ഹൾക്കുമാണ്, ബ്രൂസ് ബാനറുമാണ്. അപ്പം അത് പണിഷറും പിന്നെ സ്പൈഡർമാനും തമ്മിലുള്ള ഒരു കോംബോ നൈസായിരുന്നു. ഒരുപാട് കോമഡി സീൻസൊക്കെ ആയാലും പിന്നെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് എല്ലാം നൈസായിരുന്നു. പിന്നീട് നമ്മുടെ ഹൾക്ക്, നമുക്ക് അവഞ്ചേഴ്സിന് മിസ്സായ ആ ഹൾക്കിനെ നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കുകയായിരുന്നു. ആ ഫുൾ സ്ക്രീനിൽ ഹൾക്കിനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, കിഡിലായിരുന്നു. അവർ നമ്മളെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഒരു മൂവിയിൽ പറഞ്ഞു വരാനുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ഡൂംസ്ഡേ ആണുള്ളത്. അതിനിടയ്ക്ക് ഇനി വേറെ സിനിമകളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അതിനിടയ്ക്ക് ഇനി എൻഡ് ഗെയിമിൻ്റെ റീമാസ്റ്റേർഡ് വേർഷൻ വരുന്നുണ്ട്. അതല്ലാണ്ട് വേറെ ഒന്നും കാണില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പോയി തിയേറ്ററിൽ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക.